ഹായ് ഹലോ എല്ലാവർക്കും ഡിവ് ഡിസൈൻസ് ബൈ വിദ്യയിലേക്ക് സ്വാഗതം. ഞാൻ വിദ്യ. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടാസിൽസ് ആണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ നെറ്റ് ക്ലോത്ത് ആണ് എടുത്തിട്ടുള്ളത്. അതിന് റൗണ്ടായിട്ട് വരച്ചെടുത്ത ശേഷം ഈ കാണുന്ന ചെറിയ ഷേപ്പിൽ വരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഷേപ്പ് വരച്ചിരിക്കുന്നില്ല, ആ ഷേപ്പിൽ കൂടെ ഈ ഗ്രീൻ കളർ ബീഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഈ കാണുന്നത് പോലെ തന്നെ നമ്മുടെ ഗ്രീൻ കളർ ബീഡ് ഈ കാണുന്ന ഷേപ്പിൽ ഓരോന്ന് വീതം ഈ കാണുന്ന രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടോ, അതേ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ടാസിൽസ് ആണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് സാധാ നീഡിലും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണിത്. വേറെ പ്രത്യേകിച്ച് മെനക്കെട്ട പണികളൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ശേഷം ഇത് കാണുന്നത് പോലെ തന്നെ 2 ടാസിൽസും ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ലൈൻ ചെയ്തില്ലേ, ആദ്യം ഒരു റൗണ്ട് ചെയ്തിട്ടുണ്ടല്ലോ, ആ റൗണ്ടിന് കണക്കാക്കി നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നെറ്റ്. ഇതിപ്പോൾ ഞാൻ അല്ലാതെയാണ് കട്ട് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഫുൾ കട്ട് ചെയ്തെടുത്ത ശേഷം ആ റൗണ്ട്, ആ സർക്കിൾ കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഈ നെറ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അറ്റം വന്നിട്ട് എന്ത് ചെയ്യില്ല, പിരിഞ്ഞു വരില്ല. നമ്മുടെ സാധാ ക്ലോത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ അതിൻ്റെ അറ്റം വന്നിട്ട് ഇങ്ങനെ പിരിന്ന് ത്രെഡ് ഇളകും. പക്ഷേ നമുക്ക് നെറ്റിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഇതെന്ത് ചെയ്യാം, ചെയ്തെടുക്കാം. പ്രത്യേകിച്ച് ഇത് പിന്നെ നമുക്ക് സാധാ ഇതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അരിക്ക് ഒന്നേ ഗമ്മ് സ്പ്രെഡ് ചെയ്ത ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കണം, അല്ല എങ്കിൽ നമ്മൾ ഉരുക്കിയെടുക്കണം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമാണ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് നെറ്റ് ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ വക പണിയൊന്നും ഇല്ല. ജസ്റ്റ് ഒന്ന് ആ റൗണ്ട് അനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഈ കാണുന്ന രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്, കണ്ടോ. അപ്പോൾ നമ്മളിപ്പോൾ 2 ടാസിൽസും എന്ത് ചെയ്തു, കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സെൻറ്റർ നോക്കി നമ്മുടെ നോർമൽ നീഡിൽ, ഇത് സർദൂസിയൊക്കെ കോർക്കുന്ന നീഡിലാണ് കേട്ടോ, നല്ല തിന്നായിട്ടുള്ളത്. അപ്പം അതിന് മുമ്പായിട്ട് ആദ്യം ഒരു ഷുഗർ ബീഡ്സാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഷുഗർ ബീഡ്സും അത് കഴിഞ്ഞിട്ടാണ് ഈ ഗോൾഡൻ കളർ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ലാസ്റ്റ് ഇട്ടിരിക്കുന്ന കെട്ടുണ്ടല്ലോ, ഈ ബീഡ് ഇടുകയാണെങ്കിൽ പെട്ടെന്ന് അതിനിടയിൽ കൂടെ അത് ഇളകി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഷുഗർ ബീഡ് ആകുമ്പോഴത്തേക്ക് കുഴപ്പമില്ല, ഇതിനെ കണ്ടോ അത് ഇതായി നിന്നോളും. അതിൻ്റെ കൂടെ ഇതും കൂടെ ഇടുമ്പോഴത്തേക്ക് എന്ത് ചെയ്യില്ല, അതിനിടയിൽ കൂടെ ഇളകി പോകില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ടാസിൽസിന് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നെറ്റിൻ്റെ സെൻറ്റർ ഭാഗം കണ്ടുപിടിച്ച് ഇതുപോലെ എന്ത് ചെയ്യുക, കോർത്തെടുക്കുക. ശേഷം കോർത്തെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം ഒരു ചെറിയൊരു വള്ളി പോലെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ കട്ട് ബീഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ തന്നെ എന്ത് ചെയ്യുന്നു, കട്ട് ബീഡ്സ് എടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് എത്രയാണോ അതിൻ്റെ ആ വള്ളിയുടെ അതായത് നീളം വേണ്ടത് അതനുസരിച്ച് നമുക്ക് കോർത്തെടുത്ത് നോക്കാം, കണ്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ 2-3 എണ്ണം കൂടെ വീണ്ടും കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്, കണ്ടോ. ഇപ്പം ശരിയായി. അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യുന്നു, നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് അടിയിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് അതായത് ആ ബീഡുണ്ടല്ലോ അതിനകത്തേക്ക് തന്നെ താഴേക്ക് ത്രെഡ് ഇറക്കി അതിന് ശേഷം അതിൻ്റെ മുകളറ്റത്തേക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, കണ്ടോ. ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, കട്ട് ബീഡ്സ് ഇതുപോലെ കോർത്തെടുത്ത ശേഷം അതിന് ചുറ്റിനും കട്ട് ബീഡ്സ് കോർത്ത് അതിലേക്ക് ചുറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്, കണ്ടോ. ഇതുപോലെ ഫുള്ളായിട്ട് ചുറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു, കണ്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. അതായത് ആ അടിയിലത്തെ മുത്ത് കവറായി വരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. വീണ്ടും ഒരു 2 റൗണ്ടും കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത്, കണ്ടോ. ഇതുപോലെ കോർത്ത് നമുക്കിപ്പോൾ ഷുഗർ ബീഡ്സ് ആണെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ ഇവിടെ കട്ട് ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് ബീഡ്സ് ആണോ ഉള്ളത് അത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കണ്ടോ, ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്.
ശേഷം ലാസ്റ്റ് ഒരു കെട്ടും കൂടെ കൊടുത്ത് അവിടെ എന്ത് ചെയ്യുന്നു, നമ്മൾ ത്രെഡ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കട്ട് ചെയ്തെല്ലാം എടുക്കുമ്പോഴത്തേക്ക് ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. കണ്ടോ, ഇതുപോലെയാണ്. അടുത്തതും കൂടെ ചെയ്തിട്ട് നമുക്ക് കാണാം. ഇതുപോലെയാണ് ടാസിൽസ് കിട്ടിയിരിക്കുന്നത്. ഞാൻ 2 ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലൗസിൽ അറ്റാച്ച് ചെയ്ത ശേഷം കാണാം. കണ്ടോ, ഇപ്പം ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതാണ്ടോ, ഞാൻ ബ്ലൗസിൽ ഇപ്പോൾ അറ്റാച്ച് ചെയ്ത്. കണ്ടോ, ഇതുപോലെ നല്ല ഭംഗിക്ക് കിട്ടും. നമുക്കിപ്പോൾ 2 ലെയറായിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ഈ ക്രിസ്റ്റലിൻ്റെ ബീഡുണ്ട്, അത് വെച്ച് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.